ഇന്ന് ഇത് സംഭവിക്കുമിലേക്ക് ഒരിക്കൽ കൂടി. തിരുവനന്തപുരം ബാലരാമപുരം ദേവേന്ദു വധക്കേസ് പ്രതി ഹരികുമാറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ദേവേന്ദുവിന്റെ അമ്മ ശ്രീധുവിനോടുള്ള വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്നാണ് പോലീസ് കണ്ടെത്തൽ. 2 വയസ്സുകാരിയെ കിണറ്റിൽ എറിഞ്ഞ് കൊന്നത് ഇന്ന് പുലർച്ചെയാണ്. അമ്മാവനല്ലാതെ മറ്റാർക്കും കൊലയിൽ പങ്കില്ലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയ്ക്കായുള്ള കസ്റ്റഡി അപേക്ഷയും ഇന്ന് നൽകുന്നുണ്ട്. തിങ്കളാഴ്ചയോടെ ചെന്താമരയെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് അടക്കമുള്ള നടപടികൾ തുടങ്ങാനാണ് പോലീസിന്റെ നീക്കം. അതേസമയം സുരക്ഷ കണക്കിലെടുത്ത് പ്രതിയെ ഇന്ന് ആലത്തൂർ സബ് ജയിലിൽ നിന്നും വിയൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റും. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം നൽകിയ ഹർജി ഇന്ന് കോടതിയുടെ പരിഗണനയ്ക്ക് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. CBI അന്വേഷണം വേണ്ടെന്ന സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ കോടതിയെ സമീപിച്ചത് നവീന്റെ ഭാര്യ മഞ്ജുഷയാണ്. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. നാളെയാണ് പൊതു ബജറ്റ്. തുടർച്ചയായ 8ാമത്തെ ബജറ്റാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുക. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കു സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയെന്നാണ് പ്രവചനം. CPIM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് ഇന്ന് പതാക ഉയരും. വൈകുന്നേരം 6 മണിക്ക് പൊതുസമ്മേളന നഗരിയിൽ പതാക ഉയരുന്നതോടെ 3 ദിവസം നീളുന്ന സമ്മേളനത്തിന് തുടക്കമാകും. ഏരിയ സമ്മേളനങ്ങൾ തിരഞ്ഞെടുത്ത 496 പ്രതിനിധികളും 51 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും സമ്മേളനത്തിൽ പങ്കെടുക്കും. ഇന്ത്യ ഇംഗ്ലണ്ട് 4ാം T20 മത്സരം ഇന്നാണ്. ജയത്തോടെ പരമ്പര സ്വന്തമാക്കാനാണ് ഇന്ത്യ ശ്രമിക്കുക. 5 മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലാണ്. മത്സരം രാത്രി 7 മണിക്ക് പൂനെ MCA സ്റ്റേഡിയത്തിൽ നടക്കും.